വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്ലസ് ടുവിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് 8th ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകണേ. അപ്പോൾ 8th ചാപ്റ്റർ എന്ന് പറയുന്നത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതിൽ നമ്മൾ കൂടുതലായിട്ടും എന്താണ് ഡാറ്റാബേസ്, എന്താണ് DBMS, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതുപോലെ ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഡാറ്റാബേസ് എന്നത് നമ്മൾ കേട്ടിട്ടൊക്കെയുള്ള കാര്യമാണ്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. എന്താണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം? അതായത് ഇപ്പോൾ നമുക്ക് ഡാറ്റ അല്ലെങ്കിൽ ഒരു ഡാറ്റേനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടുക എന്ന് നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ. പ്രോസസ്ഡ് ഡാറ്റയാണ് ഇൻഫോർമേഷൻ. അപ്പോൾ നമുക്ക് ഒരുപാട് ഡാറ്റകൾ പ്രോസസ്സ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? നമുക്ക് ഇപ്പോൾ കുറച്ച് ഓർഗനൈസേഷൻസ് എടുക്കുകയാണ്, സ്കൂളുകൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻസ് എടുക്കുകയാണ്, ബാങ്കുകൾ എടുക്കുകയാണ്. ഇവർക്കൊക്കെ ഒരുപാട് ഡാറ്റാസ് ഉണ്ടായിരിക്കും അല്ലേ. ഇത്തരത്തിലുള്ള ഡാറ്റാസ് എങ്ങനെയാണ് അവർ സ്റ്റോർ ചെയ്ത് വെക്കണേ? ഇപ്പോൾ ഒരു സ്കൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ അവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ ഇൻഫോർമേഷൻസ്, ടീച്ചേഴ്സിൻ്റെ ഇൻഫോർമേഷൻസ്, അതുപോലെ ആ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ, ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ബുക്കുകളിലായിരുന്നു അല്ലേ. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു ഫയലിലാണ് നമ്മൾ എഴുതി വയ്ക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫയലുകളിൽ എഴുതി വയ്ക്കുന്നതുകൊണ്ടുള്ള ഇതുകൾ എന്തായിരുന്നു? നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു കാര്യം തപ്പിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാവും, സ്പീഡ് ഉണ്ടാവില്ല അല്ലേ. അതുപോലെ തന്നെ ഒന്ന് തന്നെ വീണ്ടും അതിൽ എഴുതി ചേർക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻസ് അവിടെ കൂടും. അതുപോലെ തന്നെ ഒരുപാട് ഡാറ്റാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഫയൽസ് നമ്മൾ കീപ്പ് ചെയ്ത് പോകണം, അത്രയും ബുക്കുകൾ നമുക്ക് എഴുതി ഉണ്ടാക്കണം. അപ്പോൾ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡാറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് വന്നത് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനാണ്. അപ്പോൾ DBMSനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോണത്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. കോൺസെപ്റ്റ് ഓഫ് ഡാറ്റാബേസ്. ഇവിടെ നമ്മളൊരു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് എടുക്കാം. നമുക്ക് അഡ്മിഷൻസിനൊക്കെ വേണ്ടിയിട്ട് കുറേ സ്റ്റുഡൻസ് ആപ്ലിക്കേഷൻസ് അയക്കും അല്ലേ. അവിടെ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഗ്രേഡുകൾ ഉണ്ടാവും. ഇതെല്ലാതും കൂടിയിട്ടുള്ള ഡാറ്റാസൊക്കെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹയർ സെക്കൻഡറിയുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അറ്റ് എ ടൈം ഒരുപാട് സ്റ്റുഡൻസാണ് ആപ്ലിക്കേഷൻസ് അയക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് അവർ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്? അവിടെ ഡ്യൂപ്ലിക്കേഷൻ വരാതിരിക്കാൻ നോക്കണം അല്ലേ. ഇന്ന സ്റ്റുഡൻസിന് ഇത്തരത്തിലുള്ള സ്കൂളുകൾ മാത്രമാണ് അവൈലബിൾ ആക്കി കൊടുക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ നോക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഡാറ്റാസൊക്കെ ഒരു ഫയൽ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്തൊക്കെ ഡ്രോബാക്സ്, എന്തൊക്കെ പോരായ്മകളായിരിക്കും അവിടെ ഉണ്ടാവുക? അവിടെ നമുക്ക് പല കോപ്പീസുകളുണ്ടാവും. ഒരു കോപ്പി തന്നെ അല്ലെങ്കിൽ ഒരു ഡാറ്റ തന്നെ പല പ്രാവശ്യം നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലും ഒരു ഡാറ്റയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പല യൂസേഴ്സിനും ആക്സസിബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ അത്രയും പ്രൊട്ടക്ഷൻ നമ്മളുടെ ഡാറ്റയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ എല്ലാ ഡാറ്റകളും പ്രോപ്പർലി ഓർഗനൈസ്ഡ് ആയിരിക്കില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻഫോർമേഷൻസ് റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ എന്തെങ്കിലും ക്രാഷസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടുകളാണ്. അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും പാസ്വേഡ് ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ആ ഒരു ഫയലിന് അത്രയും സെക്യൂരിറ്റി അവിടെ എൻഷുർ ചെയ്യണില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ഡ്രോബാക്സുകളുണ്ട് നമ്മളൊരു ഫയലായിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ, നമ്മുടെ ഡാറ്റേനെ ഫയലായിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഡാറ്റാബേസിൻ്റെ ഉപയോഗം വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് നീഡ് ഓഫ് ഡാറ്റാബേസ്. അതായത് ഒരു ഫയലായിട്ട് നമ്മൾ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡ്രോബാക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാറ്റാബേസിനെ യൂസ് ചെയ്യണത്. ഡാറ്റാബേസിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡാറ്റാബേസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഡാറ്റ സ്റ്റോർഡ് ടുഗെദർ വിത്ത് minimum redundancy in a manner that makes them accessible for multiple applications. അതായത് ഇൻ്റർ റിലേറ്റഡ് ഡാറ്റ, പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റകൾ ഡ്യൂപ്ലിക്കേഷൻ വരാത്ത രീതിയിൽ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ഡാറ്റാബേസ് യൂസ് ചെയ്യണത്.
അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഓരോ ആപ്ലിക്കേഷൻസിനും എന്ത് ചെയ്യാൻ പറ്റും, അവരുടേതായിട്ടുള്ള ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനും ഡ്യൂപ്ലിക്കേഷൻസ് ഒന്നും വരാത്ത രീതിയിൽ വെൽ സ്ട്രക്ചേർഡായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്, അല്ലെങ്കിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നു. അത് സാധിക്കുന്നത് എവിടെയാണ്? ഡാറ്റാബേസിലാണ്. അപ്പോൾ അതാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് DBMSനെ പറ്റിയിട്ടാണ്. എന്താണ് DBMS? അതായത് ഇപ്പോൾ നമ്മുടെ ഡാറ്റയിൽ കുറേ ഡാറ്റാസാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കണേ. അപ്പോൾ ആ ഡാറ്റേനെ നമുക്ക് എഫിഷ്യൻറ്റ് മാനറിൽ, അല്ലെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും ആ ഡാറ്റേനെ മാനേജ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് DBMS, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദ സോഫ്റ്റ്വെയർ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം DBMS is essentially a set of programs which facilitates storage, retrieval and management of database. അപ്പോൾ ഡാറ്റാബേസും ഇമ്പോർട്ടൻ്റ് ആണ്, DBMSും ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റാബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റേനെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഡാറ്റാബേസിൽ നമ്മൾ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുമ്പോൾ അത് എഫക്റ്റീവായിട്ട്, അല്ലെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാനും ആക്സസിബിൾ ആവുന്ന രീതിക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും മാനേജ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കണം, അല്ലേ? എളുപ്പത്തിൽ തന്നെ ഇതൊക്കെ നടക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ്, അതിന് സോഫ്റ്റ്വെയർ എന്ന് പറയും. അതാണ് എന്ത് DBMS എന്ന് പറയുന്നത്. ഇനി നമുക്ക് DBMSൻ്റെ അഡ്വാൻറ്റേജസ് പഠിക്കാനുണ്ട്. എന്താണ് DBMSൻ്റെ അഡ്വാൻറ്റേജസ്? ഒന്നാമത്തെയാണ് കൺട്രോളിങ് ഡാറ്റ റിഡൻഡൻസി. DBMS യൂസ് ചെയ്ത് നമ്മൾ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് റിഡൻഡൻസി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. എന്താണ് റിഡൻഡൻസി? റിഡൻഡൻസി എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഒരു ഡാറ്റ തന്നെ പല വട്ടം അതിൽ സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരുന്നില്ല. അതിനുള്ള മെക്കാനിസം DBMSലുണ്ട്. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ പരമാവധി കൺട്രോൾ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, ഡാറ്റ റിഡൻഡൻസി അവിടെ കൺട്രോളിംഗ് ആണ്. നെക്സ്റ്റ് ആണ് ഡാറ്റ കൺസിസ്റ്റൻസി. ഡാറ്റ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അഡ്രസ്സ്, അത് ഒരു ടീച്ചറുടെ കയ്യിലും ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അഡ്രസ്സും ഇൻഫർമേഷൻസും ഒക്കെ എഴുതിയിട്ടുണ്ട്. ആ സ്കൂളിൻ്റെ HMൻ്റെ കയ്യിൽ, ഹെഡ് മിസ്ട്രസിൻ്റെ കയ്യിലും ഇതുപോലെ ആ സെയിം സ്റ്റുഡൻറ്റിൻ്റെ തന്നെ ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ കുട്ടി ആളുടെ അഡ്രസ്സിനൊന്ന് തിരുത്തി, അപ്പോൾ എന്തായാലും സ്കൂൾ ടീച്ചറുടെ അടുത്തേക്കായിരിക്കും പോവുക. അപ്പോൾ സ്കൂൾ ടീച്ചറുടെ ആ പേപ്പറിൽ അതാൾ അപ്ഡേറ്റ് ചെയ്തു, പക്ഷേ HMൻ്റെ കയ്യിൽ അപ്ഡേറ്റഡ് അല്ല, അല്ലേ? അപ്പോൾ അവിടെ എന്താ, ഒരു മിസ്മാച്ച് വന്നു, അല്ലേ? ഡാറ്റയുടെ ഇതിൽ മിസ്മാച്ച് വന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഇതുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഡാറ്റ കൺസിസ്റ്റൻസി. അതായത് നമ്മുടെ ഡാറ്റാബേസിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായാലും നമ്മുടെ യൂസേഴ്സിന് അവൈലബിൾ ആയിരിക്കും, എന്തായാലും എല്ലാവരും അറിയുകയും ചെയ്യും. അപ്പോൾ അതാണ് ഡാറ്റ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ്. നമുക്ക് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റാസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ റിട്രീവ് ചെയ്തെടുക്കാനും എളുപ്പമാണ്. അതാണ് എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ്. നെക്സ്റ്റ് ആണ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഓവറോൾ കംപ്ലീറ്റ്നെസ്. ഒരു ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ആ ഡാറ്റേനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് നമ്മളൊരു കംപ്ലീറ്റ് സ്ട്രക്ചറായിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതാണ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. പിന്നെയാണ് ഡാറ്റ സെക്യൂരിറ്റി. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എന്തായാലും സെക്യൂർഡ് ആയിട്ടാണ് ഒരു ഡാറ്റാബേസിൽ ഇരിക്കുക. അതിൻ്റേതായിട്ടുള്ള ടെക്നിക്കുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് ഷെയറിങ് ഓഫ് ഡാറ്റ. ഡാറ്റാബേസിലുള്ള ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാം, യൂസേഴ്സിനോ പ്രോഗ്രാംസിനോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധ്യമാണ്. നെക്സ്റ്റ് ആണ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്. എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാനായിട്ട് ഒരു ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. അവിടെ എല്ലാവരും ഓരോ റൂൾസ് എല്ലാതും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റൂൾസ് ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡാറ്റാബേസിനെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ക്രാഷ് റിക്കവറി. എന്തെങ്കിലും ആക്സിഡൻ്റലി നമ്മുടെ ഡാറ്റാബേസിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റാസ് അങ്ങനെ നഷ്ടപ്പെട്ടു പോവില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഒരു DBMSൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. കൺട്രോളിങ് ഡാറ്റ റിഡൻഡൻസി, ഡാറ്റ കൺസിസ്റ്റൻസി, എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ്, ഡാറ്റ ഇൻറ്റഗ്രിറ്റി, ഡാറ്റ സെക്യൂരിറ്റി, ഷെയറിംഗ് ഓഫ് ഡാറ്റ, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, ക്രാഷ് റിക്കവറി. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എസ്സേ ഭാഗമാണ് കമ്പോണൻസ് ഓഫ് DBMS എൻവയോൺമെൻറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് DBMSൻ്റെ കമ്പോണൻസ് അത് നോക്കാം.
നമുക്കൊരു 5 കമ്പോണൻസ് ആണ് പഠിക്കാനുള്ളത്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, യൂസേഴ്സ്, പ്രൊസീജിയേഴ്സ്. 5 കമ്പോണൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. എന്താണ് ഹാർഡ്വെയർ? ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്? ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ അല്ലേ, കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ. നമുക്ക് കാണാനും തൊടാനൊക്കെ പറ്റുന്ന ഭാഗങ്ങളാണ് ഹാർഡ്വെയർ. അപ്പോൾ DBMSൻ്റെ കമ്പോണൻ്റ് ആയിട്ടുള്ള ഈ ഹാർഡ്വെയർ എന്താ ചെയ്യുന്നത്? എന്താണ്? അതായത് ഇപ്പോൾ ഒരു ഡാറ്റാബേസ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ആ ഡാറ്റാബേസിൽ അല്ലെങ്കിൽ ആ ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ ആയിട്ട് നിൽക്കുന്ന ഏതൊക്കെ കമ്പോണൻറ്റുകളുണ്ടോ അതൊക്കെ എന്താണ്? ഹാർഡ്വെയറാണ്. DBMSൻ്റെ ഹാർഡ്വെയറാണ്. DBMS അതായത് ഡാറ്റാബേസ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും മോണിറ്റർ യൂസ് ചെയ്യണം. മോണിറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റാസ് ഫീഡ് ചെയ്യണം, കീബോർഡ് വേണം. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെ പെരിഫറൽ അല്ലെങ്കിൽ ഏതൊക്കെ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഹാർഡ്വെയറാണ്. The hardware is the actual computer system used for storage and retrieval of database. ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും ആയിട്ട് നമ്മൾ എന്തൊക്കെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ DBMSൻ്റെ ഹാർഡ്വെയർ ആയിട്ടാണ് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് ദിസ് ഇൻക്ലൂഡ്സ് കമ്പ്യൂട്ടേഴ്സ്, PC, വർക്ക് സ്റ്റേഷൻ, സെർവേഴ്സ് ആൻഡ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. അതുപോലെ തന്നെ സ്റ്റോറേജ് ഡിവൈസസ്, ഹാർഡ് ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്സ് അതൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ നെറ്റ്വർക്ക് ഡിവൈസസ്, ഹബ്സ്, സ്വിച്ച്, റൂട്ടേഴ്സ് ഇതൊക്കെ എന്താണ്? DBMSൻ്റെ ഹാർഡ്വെയറായിട്ട് പെടും. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ കമ്പോണൻ്റാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ DBMS തന്നെയാണ് ഇവിടുത്തെ സോഫ്റ്റ്വെയർ. നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിട്ടുള്ള DBMS തന്നെയാണ് DBMSൻ്റെ കമ്പോണൻ്റായിട്ട് നിൽക്കുന്നത്. അതുപോലെ DBMSൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും DBMS ചെയ്യുന്ന കാര്യമാണ്. ആക്ച്വലി ഒരു യൂസറിൻ്റെയും ഡാറ്റാബേസിൻ്റെയും നടുക്കൊരു ബ്രിഡ്ജ് പോലെയാണ് ഈ DBMS നിൽക്കുന്നത്. അതുപോലെ യൂസറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ റിക്വസ്റ്റുകൾ ഡാറ്റാബേസിലേക്ക് പോകുന്നുണ്ടോ അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് DBMS വഴിയാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഈ DBMS എന്ന് പറയുന്നത്. മൂന്നാമത്തെ കമ്പോണൻ്റാണ് ഡാറ്റ. ഡാറ്റ എന്താണ്? നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്ന എന്തും ഡാറ്റയായിട്ടാണ് കൺസിഡർ ചെയ്യണത് അല്ലേ. അപ്പോൾ ഡാറ്റ ഇല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാബേസ് ഇല്ല. അതുകൊണ്ട് തന്നെ DBMSൻ്റെ മെയിൻ കമ്പോണൻ്റാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റാണ് ഈ ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ ഈ ഡാറ്റയിൽ നമുക്ക് പറയാനുള്ളത്, ഒരു ഡാറ്റാബേസിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ആ ഡാറ്റേനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലേ, ആ ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡാറ്റാബേസിൽ ഡാറ്റേനെ സ്റ്റോർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഓപ്പറേഷണൽ ഡാറ്റ ഉണ്ടാവും, മെറ്റാ ഡാറ്റ ഉണ്ടാവും. അതായത് ഓപ്പറേഷണൽ ഡാറ്റ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ, എന്തിനാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള ഡാറ്റയാണ് ഓപ്പറേഷണൽ ഡാറ്റ. അപ്പോൾ ഈ ഓപ്പറേഷണൽ ഡാറ്റ റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ടോ അതിനെയാണ് മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത്. അത് വൺ വേർഡായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് മെറ്റാ ഡാറ്റ. മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റ എബൌട്ട് ഡാറ്റ, ഡാറ്റേനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, അതിനെയാണ് മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ വൺ വേർഡായിട്ട് ചോദിക്കും എന്താണ് മെറ്റാ ഡാറ്റ എന്നുള്ളത്. അപ്പോൾ എന്താ എഴുതേണ്ടത്? ഡാറ്റ എബൌട്ട് ഡാറ്റ, അതാണ് മെറ്റാ ഡാറ്റ. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നതും എന്താണ്? നമ്മുടെ DBMSൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് യൂസേഴ്സും പ്രൊസീജിയേഴ്സും. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം.